തെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ പാർട്ടികൾ മാത്രമല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷനും സൈബർ ഇടത്തിൽ ആക്റ്റീവാണ്. ചട്ടലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അറിയിക്കാൻ 2 മൊബൈൽ ആപ്ലിക്കേഷനുകളാണ് കമ്മീഷൻ അവതരിപ്പിച്ചിട്ടുള്ളത്. ചൂടുപിടിച്ച ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും നടത്തുന്ന ചട്ടലംഘനങ്ങളും നിയമലംഘനങ്ങളും തിരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കാനും സ്ഥാനാർത്ഥികളെക്കുറിച്ചുള്ള വിവരങ്ങൾ പൊതുജനങ്ങൾക്കും വോട്ടർമാർക്കും മനസ്സിലാക്കാനുമായി 2 ആപ്പുകളാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തവണ പുറത്തിറക്കിയിരിക്കുന്നത്. പെരുമാറ്റച്ചട്ടം നിലവിൽ വന്ന അന്നു മുതൽ സി വിജിൽ ആപ്പ് പണി തുടങ്ങി. എറണാകുളം ജില്ലയിൽ മാത്രം ഇന്നുവരെ 1805 പരാതികളാണ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ലഭിച്ചത്. 1774 പരാതികളും തീർപ്പാക്കി. ഒരു പരാതി ലഭിച്ചാൽ 5 മിനിറ്റ് മുതൽ 100 മിനിറ്റിനുള്ളിൽ പരിഹാരം എന്നതാണ് വാഗ്ദാനം. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ എല്ലാ ജില്ലകളിലും പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ആപ്പിൽ പരാതി വന്നാൽ കൺട്രോൾ റൂമിൽ അറിയിപ്പ് ലഭിക്കും. 5 മിനിറ്റിനുള്ളിൽ പരാതി തെരഞ്ഞെടുപ്പ് സ്ക്വാഡുകൾക്കും ലഭിക്കും. നിലവിൽ ലഭിച്ച പരാതികളിൽ 90% പരിഹരിക്കപ്പെട്ടുവെന്നാണ് കമ്മീഷന്റെ അവകാശവാദം. രണ്ടാമത്തെ താരം KYC ആപ്പാണ്. സ്ഥാനാർത്ഥികൾ സമർപ്പിച്ച നോമിനേഷൻ വിവരം, ക്രിമിനൽ പശ്ചാത്തലം എന്നിവയെല്ലാം വോട്ടർമാർക്ക് വളരെ വേഗം പരിശോധിക്കാം. നിലവിൽ നോമിനേഷനുകൾ സമർപ്പിക്കപ്പെട്ടിട്ടില്ലാത്തതിനാൽ കേരളത്തിൽ ആപ്പിൽ നിന്ന് വിവരങ്ങൾ ലഭ്യമാകാൻ തുടങ്ങിയിട്ടില്ല. സച്ചിനൊപ്പം എസ് ശ്യാംകുമാർ, 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.